ഈ ഒരു ഡോക്ടർ മാത്രമാണ്, പ്രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാർഡിലേക്ക് വന്നത്. പ്രീതി ഡോക്ടറോട് അന്ന് ഈ പീഡന ശ്രമത്തെക്കുറിച്ച്, പീഡനത്തിൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞിരുന്നു. ആ പൂർണ്ണമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിനകത്തുണ്ടോ? ഇല്ല, ഞാൻ മൊത്തം കാര്യങ്ങൾ പറഞ്ഞതാണ്. അയാൾ എന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ജൂനിയർ ഡോക്ടറെ എന്തുകൊണ്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക സാക്ഷിയായി? ഈ കേസ് അട്ടിമറിക്കാൻ ഒരു ഉന്നത തല തീരുമാനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനിത സിസ്റ്ററുടെ മൊഴി വിശ്വസനീയമല്ല എന്നാണ് പറയുന്നത്. ഇത് ആദ്യം മുതലേ അനിത സിസ്റ്ററാണ് എല്ലാ സഹായത്തിനും എനിക്കവിടെ ഹെൽപ്പായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അനിത സിസ്റ്റർക്കെതിരെ ആദ്യം മുതലേ ഇവർ ഒറ്റക്കെട്ടായി നിന്ന് അനിത സിസ്റ്റർ അവിടെ നിന്ന് പുറത്താക്കാനുള്ള നീക്കം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ആ തരത്തിലേക്കാണ് പോകുന്നത്. അനിത സിസ്റ്ററെ കുറ്റവാളിയാക്കാനാണ് ഇവരുടെ തീരുമാനം. അനിത സിസ്റ്ററെ കുറ്റവാളിയാക്കുക, ഒപ്പം ഈ കേസിൽ ഒരു തീവ്രത കുറയ്ക്കുക എന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ മൊഴി പോലും പരിഗണിക്കാതെ പ്രതികളുടെ മൊഴിയാണ് പോലീസ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൽ ആരെയാണ് കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നതെന്ന്. ആരോപണ വിധിയായിട്ടുള്ള ഡോക്ടർ പ്രീതിയുടെ മൊഴിയാണ് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സമരസമിതിയുടെ ചെയർമാൻ നൗഷാദ് തെക്കയിലുണ്ട്. എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ഈ റിപ്പോർട്ടിനെതിരെ? തീർച്ചയായിട്ടും നിയമപരമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. പിന്നെ IG കണ്ട് നാളെ തന്നെ ഈ പുനരന്വേഷണം ആവശ്യപ്പെടും. ഈ വിഷയത്തിൽ ഈ അതിജീവിതയുടെ മൊഴികൾ അല്ല അവരുടെ ബന്ധുക്കളുടെ മൊഴികൾ വിശ്വാസത്തിലെടുക്കാതെ തീർത്തും എന്താ പറയുക, പിന്നെ ആരോപണ വിധേയമായിട്ടുള്ള ആളുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവരെ സഹായിച്ച അനിതാ സിസ്റ്ററെ പ്രതിയാക്കാനും അവരെ മോശക്കാരാക്കാനുള്ളൊരു ശ്രമം പല ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരാതിയായിട്ട് മുമ്പോട്ട് പോവുക. ഈ പ്രധാന കേസിൻ്റെ കുറ്റപത്രത്തിൽ പോലും രേഖപ്പെടുത്താത്ത ഒരു ജൂനിയർ ഡോക്ടറാണ് ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. ഈ ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന കാര്യം കുറ്റപത്രത്തിലില്ല, ജൂനിയർ ഡോക്ടറുടെ മൊഴിയും കുറ്റപത്രത്തിലില്ല. അപ്പോൾ കുറ്റപത്രത്തിലില്ലാത്ത ഒരു പുതിയ ഡോക്ടറെ ഇവിടെ സാക്ഷിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രീതിയെ രക്ഷപ്പെടുത്താനാണ് എന്നുള്ളതാണ് അതിജീവിതയുടെ ആരോപണം.